ബി.ജെ.പിക്ക് നിർണായകമായ എം.എൽ.എ ഇത്തവണ നിയമസഭയിലുണ്ടാവും. ഭരണം ആര് നിയന്ത്രിക്കും എന്ന് നിശ്ചയിക്കുന്ന കക്ഷിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി വന്ന ചടങ്ങിൽ മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. മോദിക്ക് തുല്യമായിട്ട് ഞാൻ പ്രകടനം നടത്തി. എന്തൊരു ശബ്ദനാണ്. മുഖ്യമന്ത്രിയുടെ പേരുണ്ട്, മുഹമ്മദ് റിയാസ് അവൻ്റെ പേരുണ്ട്, പിന്നെ അവൻ വേറെ സമരം നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ലോകത്തിന് മുമ്പിൽ ആരാണ്? ഇവനാരാ? ഈ കേരളത്തിൽ കിടക്കുന്ന ശബ്ദൻ. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ അതിദയനീയമായി പറയാതിരിക്കും. കേരളത്തെ സംബന്ധിച്ചത് പൊതുവെ എല്ലാവരും ബി.ജെ.പിയിൽ വലിയ രീതിയിൽ വർഗീയവാദം ഉണ്ടെന്ന് പറഞ്ഞു വരുത്താറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബി.ജെ.പിക്ക് എന്താ വർഗീയത ഒന്ന് പറഞ്ഞു? ഇപ്പം CPM-ൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളല്ലാതെ മുസ്ലിങ്ങളാണ്. പൂഞ്ഞാറിൽ വീണ്ടും MLA ആയി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ, അവരുടെ വാഗ്ദാനം ഒന്നും ഞാൻ കൊടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്നെ അറിയാം. ഞാൻ പറഞ്ഞതാണ്. നമസ്തേ. കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. ഈ വേളയിൽ ശ്രീ PC ജോർജ് ആണ് എനിക്കൊപ്പം ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. കേരളത്തിന്റെ ഭരണമാറ്റത്തിന്റെ സമയമാണ്. എന്താണ് പ്രതീക്ഷകൾ ഈ തിരഞ്ഞെടുപ്പിൽ? എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസം ഇന്ത്യ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുന്ന കണക്കാക്കും. പ്രത്യേകിച്ച് ഇപ്പം കമ്മ്യൂണിസം ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞു പോവുകയാണ്. പിണറായിസമാണ്. ആ പിണറായിസത്തിനും ശക്തമായ തിരിച്ചടി ജനം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു പ്രത്യേകത, ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു MLA പോലും നിയമസഭയില്ല. യാതൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭരണം ആര് നിയന്ത്രിക്കും എന്ന് നിശ്ചയിക്കുന്ന കക്ഷിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും. ബി.ജെ.പിക്ക് നിർണായകമായ MLA ഇത്തവണ നിയമസഭയിലുണ്ടാവും. ഞങ്ങളില്ലാതെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ രഹസ്യ കച്ചവടമാണല്ലോ. LDF-ഉം UDF-ഉം രഹസ്യ കച്ചവടമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് പരസ്യമായിട്ട് കണ്ടു. നമ്മൾ ജയിക്കുമെന്ന് കാണുന്നിടത്ത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും നമ്മൾ വലിയ നിർണായക വിജയം നേടി. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒന്നിക്കുന്നത് കാണാൻ ജനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ നിർബന്ധിതരാകും. അതോടുകൂടി കേരളത്തിൻ്റെ മെയിൻ കക്ഷിയായി ധാരയായി ബി.ജെ.പി ഭാരതീയ ജനതാ പാർട്ടി മാറും, NDA മാറും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും ഒരു ടേമാണ് ഒരു പാർട്ടിക്ക് കൊടുത്തിരുന്നത്. അതിനുശേഷം മറ്റൊരു പാർട്ടി എന്ന് വെച്ചാൽ CPI-യും കോൺഗ്രസും മാറി മാറി ഭരിച്ചൊരു ചരിത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമാണ് രണ്ടാം ഊഴം നൽകി പിണറായി സർക്കാരിനെ മലയാളികൾ നിയമസഭയിലേക്ക് എത്തിച്ചത്. പക്ഷെ അത് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ സാധനങ്ങളും, ഭക്ഷ്യധാന്യങ്ങളും എല്ലാം കൊടുത്തു. അത് കൊടുത്തത് ഇലക്ഷനായ സമയത്തല്ലേ. പിണറായി വിജയൻ കാണിച്ച് ഒരു സഞ്ചി ഉണ്ടാക്കി, 2.5 രൂപയുടെ സഞ്ചി, 5 രൂപ വെച്ച് അത് തട്ടിച്ച് അതിനകത്ത് മൂട്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ സഞ്ചിക്കകത്തായി പിണറായി വിജയൻ്റെ പടവും വെച്ച് ഈ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത സാധനങ്ങളെല്ലാം കേരളത്തെ മുഴുവൻ വീടുകളിൽ കയറി കൊടുത്തു. അപ്പം ഇത് കണ്ട പാവപ്പെട്ട ജനം വിചാരിച്ചത് പിണറായിയുടെ സംഭാവനയാണ്. അതാണ് പിണറായിയെ വീണ്ടും രണ്ടാമത് അധികാരത്തിൽ കൊണ്ടുവന്നത്. അത് ദുരന്തമായി പോയി എന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ദുരന്തം ഇനി ആവർത്തിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം. സൗജന്യ റേഷൻ അത് മാത്രം നോക്കിയാൽ മതി. കേരളത്തിൽ 1,30,000 ആളുകൾക്കുള്ള സൗജന്യ റേഷൻ മോദിയുടെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും അറിയാവോ? ഇത് മോദി കൊടുക്കുന്നതല്ല, പിണറായി കൊടുക്കുന്നതെന്ന് പല പൊട്ടന്മാരും വിചാരിച്ച് എന്ത് ചെയ്യും? മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കർഷകനാണെങ്കിൽ അപേക്ഷ കൊടുത്ത് എല്ലാവർക്കും 4 മാസം കൊണ്ട് 2,000 രൂപ, അങ്ങനെ 6,000 രൂപ ഒരു വർഷം കൊടുക്കും. അത് ഒത്തിരി പേര് നമ്മുടെ മേടിച്ചു. അത് മോദി തന്നെന്ന് എല്ലാവരും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ ഇത് അറിയാതെ മേടിക്കാത്ത എത്ര 1000 പേരുണ്ട്. അവർ മേടിക്കൊണ്ട് ഇപ്പം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മേടിച്ച് കഴിയുമ്പോൾ തീർന്നോളും. ഈ പിണറായിയുടെയും കോൺഗ്രസിൻ്റെയും കച്ചവടം തീർന്നു. കോൺഗ്രസ് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇത്രയും ഗവൺമെൻറ് ഉണ്ടായതിൽ ഒന്ന് UDF-ആണ്, ഒന്ന് LDF-ആണ്. അതിന് മാറ്റം വന്നത് ഇപ്പോഴാണ്. അത് മാറ്റം വന്നത് ഒരു കിറ്റിന് വേണ്ടി വോട്ട് ചെയ്ത് മലയാളികൾ എല്ലാവരും പറയും മലയാളികൾ അതിബുദ്ധിമാന്മാരും ഏറ്റവും വലിയ പ്രഭുത്വരാണ്. അവരുടെ പ്രഭുത്വത വെറും ഒരു കിറ്റേ പോകും എന്നുള്ളത് തെളിയിച്ചു പിണറായി വിജയൻ. അതായത് യഥാർത്ഥ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് വെറും മഠയന്മാരാണെന്ന് തെളിയിക്കാൻ പിണറായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും സങ്കടം. ആ
അപമാനിക്കേണ്ട പ്രതികാരം കേരളത്തെ ജനങ്ങൾ പിണറായിയോട് ചെയ്യുന്ന എൻ്റെ വിശ്വാസം. ഇപ്പൊ നമുക്കറിയാം 2020 അടക്കം BJP ഇന്ത്യയിലേക്ക് ചേർന്നു. ആ സമയത്ത് എറണാകുളം പോലെയുള്ള മേഖലകള് കുറച്ചുകൂടി ശക്തമാകാനുള്ള വലിയൊരു സാധ്യത സംശയമുണ്ടോ? 2020 എന്ന് പറയുന്നത് വളരെ ശക്തിയായി പോകുന്ന ഒരു സെറ്റപ്പാണ്. അവർ BJPയുടെ ഭാഗമായി മാറിയിരിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ, അങ്കമാലി ആ മേഖലയിലൊക്കെ അതിൻ്റെ പ്രതികരണം ഭയങ്കരമായിട്ടുണ്ടാവും. 2020 വളരെ മാന്യമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകിച്ച് അവരൊന്നും ലാഭം നോക്കാതെ ജനങ്ങളെ സേവിക്കുന്നവരാണ്. അതിൻ്റെ മാറ്റം അവർക്ക് ഈ BJPക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്കറിയാം NDA സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേർ NDAയിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ NDAയിലേക്ക് എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ ആശയങ്ങളോട് നാളെ അത് കേട്ടോ, രസം കേട്ടോ. ഈയിടെ പ്രതിനിധി അറിഞ്ഞിരിക്കാൻ പറയുക, കോരിത്തോട് പഞ്ചായത്ത് നമ്മുടെ പൂഞ്ഞാറ് നിയോളത്ത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ, പിന്നോക്ക ജനങ്ങളുള്ള ഒരു മേഖലയാണ് കോരിത്തോട്. MLA എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ അവിടെ ചെയ്തിട്ടുള്ള. കഴിഞ്ഞ ആഴ്ച CPMന് 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ നമ്മുടെ വാർഡിൽ ചെയ്തു. ഞാൻ പോയി മെമ്പർഷിപ്പ് കൊടുത്തു. 3 ബ്രാഞ്ച് സെക്രട്ടറിമാരെ. ആ 3 ബ്രാഞ്ച് സെക്രട്ടറിമാർ മെമ്പർഷിപ്പ് കൊടുക്കുന്ന യോഗം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരു ബ്രാഞ്ച് സെക്രട്ടറി അതിലെ വന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്തിനാ പിന്നെ അതിനകത്ത് നടക്കാൻ ഞാനും ചെന്ന് 4ാമത്തെ ബ്രാഞ്ച് സെക്രട്ടറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം മാറ്റമാണ് BJPക്ക് അനുകൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് CPMനാണ്. ഇപ്പം നമുക്കറിയാം സുധാകരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. സുധാകരൻ എന്ന് പറയുമ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിലൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു സഖാവാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാനെത്തുന്നു, വലിയൊരു തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതായത് ഞാനൊരു കാര്യം തുറന്നു പറയാം. ഞാൻ CPMുമായി ഒരു ബന്ധമില്ലാത്ത, CPMനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷേ സുധാകരൻ മന്ത്രി എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ബഹുമാനിക്കാതെ പറയാൻ പറ്റില്ല. ഞാൻ കണ്ട കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ PWD മന്ത്രി അങ്ങേരാണ്. അത് കഴിഞ്ഞ ഒരാളെ ഉള്ളൂ. വേറെ ആരെല്ലാം PWD മന്ത്രിയായിട്ടുണ്ട്? സുധാകരനെപ്പോലെ 5 പൈസയുടെ അഴിമതിയില്ലാതെ ശരി മാത്രം ചെയ്ത് നാടിനെ വികസന മേഖലയിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് സുധാകരൻ സഖാവ്. ആ സുധാകരൻ സഖാവിനോടുള്ള പെരുമാറ്റം തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ 6 കൊല്ലമായിട്ട് അങ്ങനെ വട്ട് തട്ടുകയാണ്. തന്തയ്ക്ക് വരെ അങ്ങനെ വിളിച്ചു. ആലോചിച്ച് എന്ത് മര്യാദകളാണ് അത്. പുള്ളിയുടെ മകൻ്റെ പ്രായമില്ലാത്ത CPMൻ്റെ ജില്ലാ നേതാവാണ് കയറി അങ്ങനെ തന്തയ്ക്ക് വിളിക്കുന്നത്. ആ നിലയിലേക്ക് അധപ്പതിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സുധാകരൻ എൻ്റെ അഭിപ്രായത്തിൽ എടുക്കുന്ന തീരുമാനം കേരളത്തിൽ ഭയങ്കരമായ പ്രതിഫലനം ഉണ്ടാകും. ജനങ്ങളിടയ്ക്ക് ഭയങ്കര ചർച്ചയാണ്, ഒരു സംശയം വേണ്ട. ഈ പിണറായിക്ക് മേലെ വളരുന്നവരെ വളരാൻ സമ്മതിക്കില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചതാണ്, ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കാരണം തനിക്ക് മേലെ വളരുമെന്ന് തോന്നുന്നവരെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊരു തുടക്കം മുതലേ ഉള്ളൊരു ചരിത്രമാണ്. അത് തന്നെയാണ് ഇപ്പോൾ സുധാകരനെ തഴയുന്നതുമായി ബന്ധപ്പെട്ടിട്ടും ശൈലജ ടീച്ചറെ തഴയുന്നതുമായി ബന്ധപ്പെട്ടും നടക്കുന്നത്, അല്ലേ? അതെ. ഈ ശൈലജ ടീച്ചർ മനസ്സിലാക്കണം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ 60,000 വോട്ട് ഭൂരിപക്ഷം. അപ്പോഴേ ഞാൻ പറഞ്ഞ ശൈലജ പോക്കാം. കാരണം പിണറായി ഏറ്റവും ഭൂരിപക്ഷമായിരിക്കണം എന്ന് പിണറായി ആഗ്രഹം. 50 കിട്ടിയുള്ളൂ, ഇവർക്ക് 60. അന്നേരം ഞാൻ പറഞ്ഞു അവർ പോക്കാം. പറഞ്ഞ പോലെ ഒത്തു മന്ത്രിസ്ഥാനം അവരെ തട്ടി. അല്ലെ മന്ത്രിയാക്കേണ്ടതല്ലേ അവരെ? മനസ്സിലായില്ലേ? പിണറായിയുടെ മനസ്സിലിരിക്കുന്ന മകളെ കെട്ടിയിട്ടുണ്ട്. അയാൾ അതിനുള്ള മുസ്ലിം പ്രീണന നയം സ്വീകരിച്ചിട്ടുണ്ട് പിണറായി. എന്നാ കാരണം എന്നറിയാം, മകളെ കെട്ടിയ മുസ്ലിമാണെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതല്ല മുസ്ലിം സ്നേഹമൊന്നുമല്ലത്. അവനെ മുഖ്യമന്ത്രി പദത്തിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് പിണറായിയുടെ ജീവിത ലക്ഷ്യം. മകളുടെ ആവശ്യമാണ്. അതിനുള്ള ശ്രമം നടക്കും. അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ജനങ്ങളിടയ്ക്ക് അവകാശരാണ്. മകളെ കെട്ടിയവരൊന്നും കേരളത്തിൻ്റെ നേതാവാക്കി കൊണ്ടുവരാൻ പിണറായി അല്ല, ആര് നോക്കിയാലും നടക്കാൻ പോകുന്നില്ല. ദയനീയ പരാജയമായിട്ടുള്ള ഒരു സംശയമുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി വന്ന ചടങ്ങിൽ മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തർത്ഥമുണ്ട് അതിനകത്ത്? അവരെ വിളിച്ചിരുന്നത് മര്യാദയോട് പറഞ്ഞത് ശരിയാണ്. മുഖ്യമന്ത്രിയുടെ ആ കല്ലിലും നോക്കി, മുഖ്യമന്ത്രിയുടെ പേരുണ്ട്, ഇവൻ്റെ പേര് റിയാസ്, അവൻ്റെ മുഹമ്മദ് റിയാസ്, അവൻ്റെ പേരുണ്ട്. പിന്നെ അവൻ വേറെ സമരം നടത്തി. സഹാക്കന്മാരെന്ത് ഓളത്തരത്തിനും കിട്ടില്ല. അവൻ കോഴിക്കോട് പോയി പ്രകടനം നടത്തുക. ഇതുപോലെ മോദിയാണെന്നാണ് പറയുന്നത്. മോദിക്ക് തുല്യമായിട്ട് ഞാൻ പ്രകടനം നടത്തുന്നു. എന്തൊരു ശപ്പനാവൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ലോകത്തിന് മുമ്പിൽ ആരാ?
ഇവനാരാ ഈ കേരളത്തിൽ കിടക്കുന്ന ഈ ശപ്പൻ, അവനെ വെച്ച് മോദിക്ക് തുല്യമായിട്ട് പ്രകടനം നടത്തുക എന്നൊക്കെ പറയാമെന്ന് ഇവനെയൊക്കെ തല്ലാൻ ആളില്ല. ഇതിൻ്റെ ഈ അപമാനകരമാണ് എൻ്റെ അഭിപ്രായം. ഇനി നമ്മൾ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് CPIM പാർട്ടി കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു പാർട്ടിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വേടന്റെ കല്യാണം അനൗൺസ് ചെയ്യുന്നത് MV ഗോവിന്ദനാണ്. ഇപ്പോൾ ഇതാ A റഹീമിന്റെയും മന്ത്രി ശിവൻകുട്ടിയുടെയും എല്ലാ നേതൃത്വത്തിൽ മൊണാലിസ എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു കഴിഞ്ഞ ദിവസം. ആ കുട്ടി നമുക്കറിയാം വൈറലായിരുന്നു, കുംഭമേളയുടെ സമയത്തൊക്കെ ഭയങ്കര വൈറലായ ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് 17 വയസ്സായിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു വാദം നടക്കുന്നുണ്ട്. എന്തൊരു മര്യാദയാണ് ഇതൊക്കെ. ആ കുട്ടിക്കൊരു അച്ഛനും അമ്മയുണ്ട്, സംശയമില്ലല്ലോ. ആ കുടുംബം അവരോട് ബന്ധപ്പെടാനുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? ആ കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് നോക്കണ്ടേ? ഞാൻ അറിയുന്ന 16 വയസ്സ് കഴിഞ്ഞോളമ്മ. അവരെ എങ്ങനെ ഈ 18 വയസ്സാകാതെ കല്യാണം കഴിക്കാൻ പാടില്ല നിയമമുള്ള കേരളത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു? അത് ഒരു മുസ്ലിം പേര് കണ്ടത് അവർ ആ കൂട്ടത്തിൽ കൊടുത്തിരിക്കുക. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അത് പിണറായിയുടെ പാർട്ടിയുടെ ഗതികേടായത്. അതാണ് പിണറായിയുടെ മകളെ കൊടുത്തു. ഇപ്പോൾ അതുപോലൊരു പാവപ്പെട്ട ഒരു പെൺകുച്ചിനെ ആ നാട്ടിൽ നിന്ന് വന്നതിനെ കൊടുക്കുന്ന മര്യാദ എന്താ? ഇപ്പോൾ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിട്ട് പൊതുവെ എല്ലാവരും BJPയിൽ വലിയ രീതിയിൽ വർഗീയവാദം ഉണ്ടെന്ന് പറഞ്ഞു വരുത്താറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ BJPക്ക് എന്താ വർഗീയത ഒന്ന് പറഞ്ഞു? BJP ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. ഏത് പാർട്ടിയായാലും ഇപ്പം CPMൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളല്ലാതെ മുസ്ലിങ്ങളാണ്. കേരള കോൺഗ്രസ് ഒഴിച്ച്, അത് 9-10 പാർട്ടിയുണ്ട്, ഒഴിച്ച് കേരളത്തിൽ ഏത് പാർട്ടി നോക്കിയാലും ഹിന്ദുക്കളാണ് കൂടുതൽ. മുസ്ലിം ലീഗിൽ ഒഴിച്ച്, കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒഴിച്ച് ഏത് പാർട്ടി നോക്കിയാലും ഹിന്ദുക്കളായിരിക്കും കൂടുതൽ. കാരണം അവരാണ് ജനസംഖ്യ കൂടുതൽ. അത് ഹിന്ദു പാർട്ടിയെന്ന് എങ്ങനെ നോക്കുന്നത്? BJPയുടെ ഞാൻ BJPക്കാണ്ട് ഇത്ര നാളായി, എനിക്ക് ആ രീതിയിലുള്ള ഒരനുഭവം ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ വളരെ മാന്യമായ സമീപനം മാത്രമല്ല, ഏത് കാര്യത്തിലും എനിക്ക് അംഗീകാരം നൽകിക്കൊണ്ട് പോകുന്ന സാഹചര്യമാണ്. എൻ്റെ മകനെ പിടിച്ച് അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. ഷോൺ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ക്രിസ്ത്യാനിയാണല്ലോ. അബ്ദുള്ള കുട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ്, മുസ്ലിമല്ലേ. ഇവിടെ മാത്രമല്ല ഈ മുസ്ലിം വിരോധം. അതെന്താണെന്നറിയോ? ഇവിടെ മാത്രം മുസ്ലിങ്ങളുടെ വിരോധം ഉണ്ടാക്കി വെച്ചിരിക്കുക ഈ LDP UDP ചേർന്ന്. ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ BJP ഒറ്റയ്ക്കാണ് ഭരിക്കുന്നതെന്ന് ഓർത്തണം. അവിടെയൊക്കെ MLA-മാരുടെ ബഹുഭൂരിപക്ഷം MLA-മാർ മുസ്ലിങ്ങളാണ്. ബീഹാർ നോക്കി, ഒറീസ നോക്കി, എന്നിട്ട് ഇവിടെ വന്ന് മുസ്ലിം വിരോധം പറഞ്ഞുണ്ടാക്കുക. എന്തർത്ഥം ഇരിക്കുന്നു? ഇപ്പൊ നമുക്കറിയാം 7 തവണ MLA ആയിരുന്നു. പ്രത്യേകിച്ച് പൂഞ്ഞാറിനെ സംബന്ധിച്ച് പൂഞ്ഞാറിന്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിച്ചേരുന്ന ഒരാളാണ്. പൂഞ്ഞാറിലെ വോട്ടുകളിൽ ഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. പൂഞ്ഞാറിൽ ഒരുപാട് മുസ്ലിം വോട്ടുകളുണ്ട്. അത് വെറുതെ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ട് 30,000 താഴെയാണ്. മനസ്സിലായില്ലേ? 1,83,000 വോട്ടാണ് ഇത്തവണ. അതിൽ 30,000 താഴെ മാത്രമേ ആ സമുദായമുള്ളൂ. അതിൽ കുറേ വിഭാഗം എനിക്ക് എതിരുണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ എതിരൊന്നും ഇല്ല. ആ എതിരൊക്കെ കള്ളത്തരത്തിലുണ്ടാക്കിയതാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഈരാറ്റുപേട്ട കേന്ദ്രം, ഈരാറ്റുപേട്ടയിൽ അവർക്ക് ചെയ്യാവുന്ന മുഴുവൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ വർഗീയതൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ ഇനിയാണ് ജീവിതത്തിൽ അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയ പ്രചരണത്തിൽ പാവപ്പെട്ട മുസ്ലിം സമുദായം വശംവദരായിപ്പോയി. അവരിപ്പോൾ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. എത്രയോ പേര് ഇവിടെ വരുന്നു, സത്യം പിന്നീട് പറഞ്ഞു, ഇനിയെങ്കിലും ആ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്നെ ഏറ്റവും അധികം നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരങ്ങളുടെ നേതാക്കന്മാർ തന്നെ. അതാണ് രസം. അതുകൊണ്ടാണ് മത്സരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം BJPയിൽ വലിയ പ്രതീക്ഷ ഇന്ന് കേരളത്തിനുണ്ട്. കാരണം വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ കൂടി BJPയുടേതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൽ വലിയ പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത്. ആ പ്രതീക്ഷ എത്രത്തോളം BJPക്ക് ഭരണത്തിൽ വന്നാൽ നിറവേറ്റാൻ സാധിക്കും? 100% നിറവേറ്റും. അതായത് മോദിജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അന്ന് അങ്ങനെ വലിയ മനുഷ്യനായത് എവിടുന്ന്? താഴേക്കടയിൽ നിന്ന്. മനസ്സിലായില്ലേ? ഒരമ്മ മാത്രമായിട്ട് പട്ടിണി കിടന്ന് വളർന്നു വന്ന മനുഷ്യനാണ്. പട്ടിണിയുടെ ശക്തി എന്താണെന്ന് അദ്ദേഹം നേരിട്ടറിയാം. അങ്ങനെ താഴെ കിടന്ന് വളർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ലോകത്തിൻ്റെ നേതാവായി അദ്ദേഹം മാറിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം ഉണ്ട്. അദ്ദേഹമാണ് കേരളത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ പറഞ്ഞെന്താ? നിങ്ങൾ ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരൂ, കേരളത്തിന് മാറ്റം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. യാതൊരു സംശയമില്ല. അങ്ങേരെ
ഈ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഇത് ആരും എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു സംശയം വേണ്ട, അദ്ദേഹത്തിന് നല്ല നില പോകാൻ കഴിയും. അദ്ദേഹത്തെ വിശ്വാസം എടുത്തുകൊണ്ട് ജനങ്ങൾ കേരളം, എൻ്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം BJP ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ സാഹചര്യം ഉണ്ടാവും. എനിക്ക് ഉറച്ച വിശ്വാസം ഞാൻ മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയപ്പോൾ ധീവരസഭയെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കണ്ടു. കടലിന്റെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുമെന്ന് പറയുന്ന ഒരു വലിയ ഉറപ്പ് മോദിജി നൽകുന്നുണ്ട് മലയാളികൾക്ക്. ഉണ്ടെന്ന് മാത്രമല്ല, ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് ഇന്ത്യയിൽ? 2.5% മനസ്സിലായില്ലേ? ആ ക്രിസ്ത്യൻ സമുദായത്തിന് ഏറ്റവും വലിയ ബൈബിൾ അത് എടുത്ത് ചുംബിക്കുന്ന ഭാഗം ലോകം മുഴുവൻ ഉണ്ട്. പക്ഷെ അത് എന്ത് എഫക്റ്റ് ഉണ്ടാക്കുന്നറിയോ? ലോകം മുഴുവൻ നോക്കുമ്പോൾ വലിയൊരു സമുദായമാണ് ക്രിസ്ത്യാനി, ഇന്ത്യയിൽ ചെറുതും. പക്ഷേ ആ ബൈബിൾ എടുത്ത് അദ്ദേഹം ചുംബിച്ചതോടുകൂടി ക്രിസ്ത്യൻ സമുദായത്തിന് മുമ്പിൽ മോദിജിയുടെ വില ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി 100 മടങ്ങ് വർദ്ധിച്ചു നോക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഒരുപാട് വർഷക്കാലങ്ങളായി. കേരള രാഷ്ട്രീയത്തിൻ്റെ പല തരങ്ങളും പല രാഷ്ട്രീയ കളികളും എല്ലാം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തെ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്നത്തെ കേരള രാഷ്ട്രീയം ഏറ്റവും അപമാനകരമല്ലേ? ഗുണ്ടകട നാടായി മാറിയില്ലേ? പോലീസിന് റോഡിലിറങ്ങുമ്പോൾ അവനിട്ട് അടി കൊടുക്കും, പോലീസിനും എടുത്തിട്ട് അടിക്കുക, പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ ഈ കേരളത്തിൽ ഉത്തരേന്ത്യയൊക്കെ പണ്ട് ഇതൊക്കെ നടന്ന് കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത്. ഈ കേരളത്തിലത് നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് മറുപടി? ഇതൊക്കെ നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ അതിദയനീയമായിരിക്കും. പറയാതിരിക്കും ഒരു മാർഗമില്ല. അവർക്കൊരു നേതാവില്ല. ആകെയുള്ള ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അയാളെ ഞാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അങ്ങനെ വേഗം മാറ്റി കൊള്ളാവുന്ന ആരെയെങ്കിലും പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയാൽ കോൺഗ്രസ് നന്നാവും. ഇങ്ങേർക്ക് എന്നതാ പറയുന്നത് നിങ്ങൾക്കറിയത്തില്ല. പറയുന്നതല്ല ചെയ്യുന്നത്, ചെയ്യുന്നതല്ല പറയുന്നത്. ബോധമില്ലാത്തൊരു സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങനെ മാറ്റട്ടെ. അതായത് ഈ കോൺഗ്രസ്സുകാരെല്ലാം തമ്മിലടി നിർത്താതെ കോൺഗ്രസ് രക്ഷപ്പെടുക. അത് ഈ മുകളിലെ അടി കണ്ട് ഈ താഴെ വരെ പഠിച്ചിരിക്കുക. ഇവിടെ വാർഡ് കമ്മിറ്റി പോലെ അടിയാണ്. അതിനാന്ന് വെച്ചാൽ മുകളിൽ പിടിക്കാൻ, മുകളിൽ ഓരോ നേതാക്കന്മാരെ ഓരോരുത്തരും ചാക്കിടുക. അടിയിൽ ഏറ്റവും മിടുക്കനാരാന്നാണ് ഓരോ നേതാവ് നോക്കുന്നത്. അടി കൊള്ളുന്നവനെയാണ്. മെയിൻ അടി ഗുണ്ടായാണ് നേതാവായിട്ട് അംഗീകരിക്കുന്നത് ഓരോ പാർട്ടി. പിന്നെ എങ്ങനെ നന്നാവും ഇത്? ഇപ്പോൾ 2ാം ഊഴത്തിൽ വന്ന പിണറായി മന്ത്രിസഭയെ എടുത്ത് നോക്കുമ്പോൾ ആ ഏത് മേഖലയാണ് ശോഭിച്ചത് എന്നുള്ളൊരു ചോദ്യമില്ലേ? കേരളത്തിൽ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടച്ചിട്ട് പോയത്? ഒരു പറഞ്ഞ ഇത്ര നാളെ MLA ആളാണ്, അതുകൊണ്ട് മോശമായിട്ട് എങ്ങനെയാ പറയുന്നത്? എന്തൊരു കഷ്ടമാണ്. ഒരു മന്ത്രി ഉണ്ടോ മാന്യൻ? ഇവൻ മാന്യനാണ് എന്ന് പറയാൻ തൻ്റെ അവിടെ ഉണ്ടോ? ആർക്കും ഇപ്പോൾ ഒരാളുടെ പേര് പറയാം എനിക്കറിയില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR ഫണ്ട് തന്നെ ഏറ്റവും കൂടുതലാണെന്ന് പറയുന്ന വലിയൊരു ആരോപണമുണ്ട്. കാരണം എവിടെ പോകുമ്പോഴും അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള തന്ത്രപ്പാടാണ് പുള്ളി നടത്തുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് അയാളെപ്പറ്റി സംസാരിക്കാനേ ഇഷ്ടമില്ല. പാർലമെൻറ്റിലേക്ക് ഇന്ന് തോറ്റു. തോൽവിയുടെ ചരിത്രമുള്ള ഒരു SFIക്കാരനെ പിടിച്ച് മകളെ കെട്ടിച്ചു കൊടുക്കും. മകളെ കെട്ടിച്ച ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം, പറയുന്നത് ശരിയല്ല. എന്നിട്ട് അവനെ പിടിച്ച് മന്ത്രിയാക്കി കൊണ്ടുനടന്ന അവൻ നേതാവും. അതാണ് അവൻ അപകടം. പിണറായിക്ക് പറ്റിയൊരു അബദ്ധമാണ് കല്യാണം എന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പം എപ്പോഴും പിണറായി വിജയൻ സർക്കാർ വലിയ രീതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, അവൾക്കൊപ്പം. അതായത് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സംസ്കാരം ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇടതുപക്ഷത്തെ സ്ത്രീകളെ നമ്മളൊന്ന് എടുത്തു നോക്കണം. എത്ര സ്ത്രീകളെ ഇടതുപക്ഷം സംരക്ഷിച്ചിട്ടുണ്ട്? ഒരെണ്ണം പറയട്ടെ, കേൾക്കട്ടെ, ഒരെണ്ണം പറ. ഇല്ല, അങ്ങനെ ഒരു പേരില്ല എന്നുള്ളതാണ്. വെറുതെ പറഞ്ഞു, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഇവരുടെ സംഘടന മഹിളാ അസോസിയേഷനൊക്കെ ആയിട്ടാണെന്ന് എത്രയോ സ്ത്രീകൾ ഇന്ന് വഴിയാധാരമായിട്ട് നടപ്പുണ്ട്. കെട്ടിയവനും ഉപേക്ഷിച്ച് വീട്ടിലും ഇല്ലാതെ വഴിയാധാരമായി പോയതല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം പറ, കേൾക്കട്ടെ. ഇല്ല, പോയി. ഈയിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേയറായിട്ട് വന്ന് ആര്യ രാജേന്ദ്രൻ എന്ത് ചെയ്യും? അവരെ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുക ഇവർ തന്നെ.
അവൾ രാജ്യം മുഴുവൻ കുലുക്കി ഭരിച്ചവളാണ്. അവിടെ ഗമയോടെ പോയി. ഇലക്ഷൻ തോന്നുന്നുള്ള വേറെ കാര്യം. ഒരു ഇലക്ഷൻ തോക്കുകയോ ജയിക്കുന്നതിന് അപ്പുറത്ത് അവരുടെ വ്യക്തിത്വത്തിന് വില കൊടുക്കണം ബാധ്യതയില്ലേ പാർട്ടിക്ക്? കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും സ്ത്രീ സമൂഹത്തിന് ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടിയല്ല CPM എന്ന് കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ചരിത്രത്തിൽ ആദ്യമായി സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെ VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഒട്ടാകെ തിരുവനന്തപുരം കോർപ്പറേഷനെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? ഒന്നും പറയണ്ട. രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോർപ്പറേഷൻ ഭരണത്തെപ്പറ്റി ലോകം മുഴുവൻ അംഗീകാരം വന്നിരിക്കുകയാണ്. ചെറുതല്ല, ഇന്ത്യയല്ല, ഇന്ത്യക്ക് പുറത്തും അംഗീകാരം വന്നു. അവരുടെ ബഡ്ജറ്റ് തന്നെ മതിയല്ലോ, അവരുടെ പ്രവർത്തനങ്ങളും. അവിടെ മനസ്സിലായി, താഴെത്തട്ടുള്ള ജനങ്ങൾക്ക് ഉൾപ്പെടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു വിട്ടുവീഴ്ചയില്ല രാജേന്ദ്രൻ, അറിയാമോ? വളരെ അഭിമാനകരമായ ഭരണം നടത്താൻ ആ കോർപ്പറേഷൻ കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന മേയറേയും മേയറുടെയൊപ്പമുള്ള കൗൺസിലർമാരെയും അഭിനന്ദിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല. ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുകയാണ്, ഒരു സംശയമില്ല. ആ തിരുവനന്തപുരത്ത് ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട് NDA സംബന്ധിച്ചിടത്തോളം. അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കും? 100% ശക്തമായി ആ സംഭവവികാസം പ്രതിഫലിക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കേരളത്തിൻ്റെ ആസ്ഥാനമാണ്. ആസ്ഥാനം പിടിച്ചടക്കി കഴിഞ്ഞ് പിന്നെ വേറെ കിട്ടാതിരുന്നിട്ട് കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് ആസ്ഥാനത്തോടൊപ്പം മറ്റ് മേഖലയിൽ നമുക്ക് അനുകൂലമായി വരും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് പൂഞ്ഞാർ നിയമനത്തിന് പൂഞ്ഞാർ തെക്കര പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കുക. നമ്മൾ BJP മാത്രം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടിയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുക. ഇവിടെ തെറനാട് പഞ്ചായത്ത് 5, നേരത്തെ 2 ഉണ്ട്, ഇപ്പോൾ 5 ആയി. 5 അല്ലാതെ അതെല്ലാം ചെറിയ വോട്ടർമാരെല്ലാം കൂടെ തോപ്പിച്ചിട്ടില്ലെങ്കിൽ അതും ഭരിക്കേണ്ടതാണ്. അതുപോലെ എല്ലാ പഞ്ചായത്തും നമ്മുടെ മെമ്പർമാരുണ്ട്. ശക്തമായ മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പം ഭയങ്കരമായ ശക്തി തെളിയിക്കാൻ കഴിയുന്ന വിചാരമുണ്ട് എനിക്ക്. പൂഞ്ഞാറിൽ വീണ്ടും MLA ആയി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാഗ്ദാനം ഒന്നും ഞാൻ കൊടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്നെ അറിയാം. ഞാൻ പറഞ്ഞതാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കമ്മിറ്റി പറഞ്ഞു, നിങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടി ജോലി ചെയ്യണം, എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്യണം. നിങ്ങൾ ഈ 1 മാസത്തെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 കൊല്ലത്തെ ജോലി നിങ്ങൾ കിടന്ന് ഉറങ്ങുക, ഞാൻ ചെയ്തോളാം. മനസ്സിലായി? അവർ ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ ആവശ്യം എന്നെ അറിയിച്ചാൽ ഞാൻ ചെയ്തോളാം, അവരതിനുവേണ്ടി നടക്കണ്ട. അവരെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം നോക്കി പൊക്കോ, മുഴുവൻ കാര്യം ഞാൻ ചെയ്തു തന്നോളാം എന്ന് വാക്ക് പറഞ്ഞിട്ട് അത് ഞാനും വിശ്വസിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് അവരത് വിശ്വസിക്കുന്നതിരിക്കും 100% ബോധ്യമാണ്. അങ്ങനെ നല്ലതിനെ പോകാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഒരു നല്ലൊരു വിജയം ഉണ്ടാകട്ടെ പൂഞ്ഞാറിൽ. അതിനുശേഷം വീണ്ടും കാണാം എന്നുള്ളതാണ്. നമസ്കാരം.